ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. ഇന്ന് നമ്മൾ വിവരാവകാശ നിയമം RTI ആക്ട് 2005 ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു PSC റാങ്ക് അപ്പ്. ഇതൊരു റിവിഷനായിട്ട് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. വിവരാവകാശം കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. ഓക്കെ, ഫസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ സ്വീഡനാണ്. ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ കൺട്രി ചോദിച്ചാൽ പാകിസ്ഥാനാണ്. സൗത്ത് ഏഷ്യൻ കൺട്രി ഏതാണ് ആദ്യത്തത്? പാകിസ്ഥാൻ. ഓക്കെ, ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. RTI ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് സുപ്രീം കോടതി വിധിച്ചത്. അത് വിവരാവകാശം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസാണ് 1986 കുൽവാർ വേഴ്സസ് ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. അത് ഏതാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്? 19(1)(a). ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ് വിവരാവകാശം കൊണ്ടുവന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. കാരണം ഇന്ത്യയിൽ 2005 വരെ മൊത്തം രാജ്യത്തിന് ആയിട്ട് ഒരു വിവരാവകാശ നിയമമില്ല. ഓരോ സംസ്ഥാനങ്ങൾക്കായിട്ട് അവരുടെ നിയമസഭകളാണ് ഈ നിയമം പാസ്സാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്ന ആദ്യത്തെ സ്റ്റേറ്റാണ് തമിഴ്നാടു എന്ന് പറയുന്നത്. ശരിക്കും വിവരാവകാശം 2005 നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ എന്ന് പറയണം. ഇത് സ്റ്റേറ്റ് വൈസ് ആദ്യം വന്നത് തമിഴ്നാട്ടിലാണ് 1997, രണ്ടാമത് ഗോവ, മൂന്നാമത് രാജസ്ഥാൻ. ആദ്യത്തെ യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ ഡൽഹി, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ചോദിച്ചാൽ ആസാം. ഓക്കെ, കേരളത്തിൽ വന്നിട്ടുണ്ടോ? പഞ്ചായത്തി രാജ് ഭേദഗതി നിയമം 1999 അറിയാനുള്ള അവകാശം എന്ന് പറഞ്ഞ് വിവരാവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്നും കൂടെ നോക്കാം. ഫസ്റ്റ് കൺട്രി സ്വീഡൻ, വിവരാവകാശം നിലവിൽ വന്ന ഫസ്റ്റ് കൺട്രി സ്വീഡൻ. ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ കൺട്രി പാകിസ്ഥാൻ. ഇന്ത്യയിൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് 1986 കുൽവാർ വേഴ്സസ് ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഫസ്റ്റ് സ്റ്റേറ്റ് തമിഴ്നാടു, സെക്കൻഡ് ഗോവ, തേർഡ് രാജസ്ഥാൻ. ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഡൽഹി, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് അസം. ഇനി കേരളത്തിൽ പഞ്ചായത്തി രാജ് ഭേദഗതി നിയമം വന്നത് 1999. അതിൽ അറിയാനുള്ള അവകാശം എന്നുണ്ടായിരുന്നു. ഇനി വിവരാവകാശം നിയമം നിലവിൽ വരാൻ കാരണമായുള്ള സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ MKSS എന്നും വരാറുണ്ട്, മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്നും വരാറുണ്ട്. അതൊരു PYQ ആണ്. ഇതാണ് വിവരാവകാശ പ്രസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ വിവരാവകാശ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ MKSS പറയുക. അത് അരുണ റോയിയും നിഖിൽ ഡേയും കൂടെ ചേർന്നാണ് രൂപം കൊടുത്തത്. ഇത് തുടങ്ങിയത് എന്തിനാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അവർക്ക് കിസാൻ കർഷകർക്ക് വേണ്ടി മിനിമം വേതനത്തിന് വേണ്ടി തുടങ്ങിയതാണ് രാജസ്ഥാനിൽ. ഓക്കെ, പക്ഷേ അത് പിന്നീട് ഈ കർഷകരുടെ മിനിമം വേതനം എന്ന ആവശ്യം നടപ്പിലാക്കി കഴിഞ്ഞ് ആണ് ഈ സംഘടന വിവരാവകാശത്തിന് വേണ്ടി നിലകൊണ്ടത്. ഓക്കെ, ഇതിന് നമ്മുടെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. വിവര സ്വാതന്ത്ര്യ നിയമം 2002. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് വിവരം ലഭിക്കാൻ, പക്ഷേ നമുക്ക് അവകാശമില്ല. അപ്പോൾ അവർ പറയും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല, കാരണം അത് അവകാശമല്ല. അപ്പോൾ അത് മാറിയിട്ടാണ് വിവരാവകാശ നിയമം 2005 വരുന്നത്. ഓക്കെ, ഒന്നും കൂടെ നോക്കാം. വിവരാവകാശം വരാൻ കാരണമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അരുണ റോയും നിഖിൽ ഡേയും ചേർന്ന് കൊണ്ടുവന്നതാണ് രാജസ്ഥാനിൽ കർഷകരുടെ മിനിമം വേതനത്തിന് വേണ്ടി. ഇനി വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവര സ്വാതന്ത്ര്യ നിയമം 2002. MKSS വന്നത് രാജസ്ഥാനിലാണ്. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പാസ്സാക്കി, എത്ര അധ്യായമുണ്ട്, ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് 2005 അറിയാലോ, മെയ് ആണ് ആദ്യത്തെ രണ്ട് കാര്യവും. ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11, രാജ്യസഭ മെയ് 12, തൊട്ടടുത്ത ദിവസം. പ്രസിഡൻറ്റ് ജൂൺ 15. ഓക്കെ, ഗസറ്റിൽ വന്നതോ ജൂൺ 21, നിലവിൽ വന്നത് ഒക്ടോബർ 12. അത് നമുക്കറിയായിരിക്കും. ഒക്ടോബർ 12 നിലവിൽ വന്ന സ്റ്റേറ്റ് രാജസ്ഥാനാണ്. ഫസ്റ്റ് നിലവിൽ വന്ന സ്റ്റേറ്റ് രാജസ്ഥാനാണെന്നാൽ സ്റ്റേറ്റ് വൈസിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ളത് തമിഴ്നാടായിരുന്നു. സെക്കൻഡ് ഗോവ, തേർഡായിരുന്നു രാജസ്ഥാൻ. ഇത് വിവരാവകാശം 2005 നിയമം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാലാണ് രാജസ്ഥാൻ. APJ അബ്ദുൽ കലാമും മൻമോഹൻ സിംഗും ആയിരുന്നു അന്ന് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും. ഓക്കെ, അപ്പോൾ ലോക്സഭ 2005 മെയ് 11, രാജ്യസഭ മെയ് 12, പ്രസിഡൻറ്റ് ജൂൺ 15, ഗസറ്റ് വന്നപ്പോൾ ജൂൺ 21, നിലവിൽ വന്നത് ഒക്ടോബർ 12. ആദ്യം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. APJ അബ്ദുൽ കലാമിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും കാലത്താണ്. ഇതിലുള്ള അധ്യായം എത്രയാണെന്ന് നോക്കാം. അധ്യായങ്ങൾ 6. അത് × 5 ആണെങ്കിൽ 30 അല്ലേ, ഇത് 31 ഉണ്ട്. ഓക്കെ, പിന്നെ പട്ടിക 2 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അധ്യായം 6 വകുപ്പ് 31, പട്ടിക 2. ഓക്കെ,
അധ്യായം 6 വകുപ്പ് 31 പട്ടിക 2. ഇനി ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമം 2005. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞാലും വിവരാവകാശ നിയമമാണ്. അടുത്തത് 2 ഷെഡ്യൂളുണ്ടെന്ന് പറഞ്ഞു. സത്യപ്രതിജ്ഞയാണ് ഒന്നാമത്തിൽ പറയുന്നത്. 2 കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പട്ടിക ഏതാണെന്ന് ചോദിച്ചാലും ഷെഡ്യൂൾ 2 ആണ്. ഇനി ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു 6 ചാപ്റ്ററാണുള്ളത്. സെക്ഷൻ 31 പട്ടിക 2. അപ്പോൾ പട്ടികകൾ 1 സത്യപ്രതിജ്ഞ, 2 കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടവ. പട്ടിക ചോദിച്ചാൽ 2. ഓക്കെ, വകുപ്പ് ചോദിച്ചാലോ 8 ആണ്. അത് നമുക്ക് പറയാം. ഇനി ചാപ്റ്റേഴ്സ് 6 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. 6 ചാപ്റ്ററിൽ 1 പ്രിലിമിനറി, 6 മിസലേനിയസ്. എപ്പോഴും അങ്ങനെ ആയിരിക്കും. എത്ര ചാപ്റ്റർ ഉണ്ടോ അതിൽ ആദ്യത്തെ അവസാനത്തെയും പ്രിലിമിനറി മിസലേനിയസും ആയിരിക്കും. 2 വിവരാവകാശം, പിന്നെ പബ്ലിക് അതോറിറ്റിയുടെ ഡ്യൂട്ടീസ്. വിവരാവകാശവും പബ്ലിക് അതോറിറ്റിയുടെ ഡ്യൂട്ടീസും. പിന്നെ 3 എന്ന് പറയുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, 4 സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, 5 പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ വകുപ്പുകൾ വെച്ച് നോക്കാം. വകുപ്പ് 2 പറയുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, ഡെഫിനിഷൻസ് പറയുന്നതാണ് വകുപ്പ് 2. അതിൽ ABCDEF വരെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. എ എന്ന് പറയുന്നത് സമുചിത സർക്കാരിനെ കുറിച്ചാണ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, അതായത് ഏത് സർക്കാരാണോ നമ്മൾ പറയുന്ന ഓഫീസുള്ളത് അത് യൂണിയൻ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആകാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആകാം. അവ സമുചിത സർക്കാരിൽ ആരൊക്കെ വരും? യൂണിയൻ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ. ഓക്കെ. ബി എന്ന് പറയുന്നത് ക്ഷമതയുള്ള അധികാരസ്ഥാനം. ക്ഷമതയുള്ള അധികാരസ്ഥാനം എന്ന് പറഞ്ഞാൽ കോമ്പീറ്റൻറ്റ് അതോറിറ്റിയാണ്. ഇത് ഓരോ പദവികൾക്കനുസരിച്ചാണ്. അതായത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ആണെങ്കിൽ സ്പീക്കറാണ്. അതുപോലെ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ആണെങ്കിൽ ചീഫ് ജസ്റ്റിസാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ലോക്സഭ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയിലാണെങ്കിലോ സ്പീക്കറാണ്. എങ്കിൽ രാജ്യസഭയിലും ലെജിസ്ലേറ്റീവ് കൗൺസിലിലും ചെയർമാനാണ്. ക്ഷമതയുള്ള അധികാരസ്ഥാനം. ഓക്കെ. പിന്നെ നമുക്ക് യൂണിയൻ ടെറിട്ടറി പറയുകയാണെങ്കിലോ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇനി സ്റ്റേറ്റിൽ ഗവർണറും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരസ്ഥാനം, ക്ഷമതയുള്ള അധികാരസ്ഥാനം എന്ന് ചോദിച്ചാൽ പ്രസിഡൻറ്റുമാണ്. ഇനി യൂണിയൻ ടെറിട്ടറിയിൽ അഡ്മിനിസ്ട്രേറ്ററാണ്. ഓക്കെ. ആർട്ടിക്കിൾ 239 വഴിയാണ് അത് പറയുന്നത്. അപ്പോൾ സമുചിത സർക്കാർ യൂണിയൻ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ. ക്ഷമതയുള്ള അധികാരസ്ഥാനം ഓരോന്നിനും ഓരോന്നാണ്. രാജ്യസഭ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ, ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്, ലോക്സഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, സ്റ്റേറ്റിൽ ഗവർണർ, യൂണിയനിൽ പ്രസിഡൻറ്റ്, യൂറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ. അടുത്തത് ഇതിൽ CMഉം PMഉം ഇല്ല. ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ക്ഷമതയുള്ള അധികാര സ്ഥാനമല്ല എന്ന് ഓർത്ത് വയ്ക്കുക. കാരണം പരീക്ഷയ്ക്ക് പ്രൈം മിനിസ്റ്റർ ക്ഷമതയുള്ള അധികാര സ്ഥാനമാണോ എന്ന് ചോദിക്കാറുണ്ട്. അടുത്തത് C വിവരം. ഓക്കെ, വിവരം എന്ന് പറയുന്നത് എന്തും ആകാം. ലോഗ് ബുക്കോ ഇലക്ട്രോണിക് മീഡിയ വഴി കിട്ടുന്നതോ അല്ലെങ്കിൽ സാമ്പിളുകളോ അല്ലെങ്കിൽ നമ്മൾ വാമൊഴിയായിട്ട് പറഞ്ഞ കാര്യങ്ങളോ എന്തും വിവരമാണ്. വിവരം എന്ന് പറഞ്ഞ് വരുന്ന മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നവ തന്നെയായിരിക്കും. ഓക്കെ. അടുത്തത് D പൊതു അധികാര സ്ഥാനം, പബ്ലിക് അതോറിറ്റി. നമ്മൾ പറഞ്ഞു ഡ്യൂട്ടീസ് ഓഫ് പബ്ലിക് അതോറിറ്റിയും വിവരാവകാശവും പറയുന്നത് 2ാമത്തെ ചാപ്റ്ററിലാണെന്ന് പറഞ്ഞു. ചാപ്റ്റർ 2 അതിൽ ശരിക്കും വിവരാവകാശവും പൊതു അധികാര സ്ഥാനത്തിൻ്റെ ചുമതലകളെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ D ആണെന്ന് എങ്ങനെ ഓർത്തിരിക്കും? ആ P ഇല്ലേ, P തിരിച്ചിട്ടാൽ നമുക്ക് D ആയിട്ട് കാണാമല്ലോ. Dയും Pയും കണ്ടോ, അത് ഇൻവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. D ഇൻവേർട്ട് ചെയ്താൽ P ആവുമല്ലോ. അപ്പോൾ D എന്ന് പറഞ്ഞാൽ പൊതു അധികാര സ്ഥാനമാണ്, പബ്ലിക് അതോറിറ്റിയാണ്. ഓക്കെ. E എന്ന് പറയുന്നത് വിവരാവകാശമാണ്. C വിവരമായിരുന്നു, E വിവരാവകാശമാണ്. F എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് എന്ന് ഓർക്കുക. നമുക്ക് പാർട്ടിയൊക്കെ നടത്തുന്ന ഫ്രണ്ടല്ലേ, അപ്പോൾ തേർഡ് പാർട്ടി F തേർഡ് പാർട്ടി. C വിവരം. അത് ഇമെയിൽ, ലോഗ് ബുക്കോ അഭിപ്രായമോ നമ്മൾ പറഞ്ഞ ഒരു സാമ്പിളോ ഇലക്ട്രോണിക് ഡാറ്റയോ ഉപദേശമോ എന്തുവാണെങ്കിലും ആകാം. ഇനി പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനം അല്ലെങ്കിൽ നിയമത്തിൽ വന്ന സ്ഥാപനം. നിയമത്താൽ സ്ഥാപിക്കപ്പെട്ടതൊക്കെ ഉണ്ടല്ലോ. പിന്നെ സർക്കാർ വിജ്ഞാപനം വഴി വന്നതോ സ്വയംഭരണ സ്ഥാപനങ്ങളോ സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കുന്ന
സ്ഥാപനങ്ങളോ അവർ സഹായിക്കുന്ന സർക്കാർ ഇതര സംഘടനകളോ ഒക്കെ പൊതു അധികാര സ്ഥാനമാണ്, പബ്ലിക് അതോറിറ്റിയാണ്. അപ്പോൾ ഡി ആണ് പബ്ലിക് അതോറിറ്റി. അപ്പോൾ എ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, ബി ക്ഷമതയുള്ള അധികാരസ്ഥാനം, സി വിവരം, ഡി പൊതു അധികാരസ്ഥാനം, ഡി പി ആയിട്ട് ഓർക്കുക, ഡി പി എ. ഓക്കെ, ഈ വിവരാവകാശം RTI. ഓക്കെ, എഫ് തേർഡ് പാർട്ടി. അടുത്തത് സെക്ഷൻ 3 നോക്കാം. അത് ചാപ്റ്റർ 2 സെക്ഷൻ 3 മുതൽ 11 പറയുന്നത്. വിവരാവകാശം എന്താണെന്ന് പറയുന്നതാണ് സെക്ഷൻ 3. അപ്പോൾ വിവരാവകാശത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 3 അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 4 ഡ്യൂട്ടീസ് ഓഫ് പബ്ലിക് അതോറിറ്റി, പൊതു അധികാര സ്ഥാനത്തിൻ്റെ ചുമതലകൾ. അപ്പോൾ ചാപ്റ്റർ 2 സെക്ഷൻ 3 തൊട്ട് 11 വരെ ഉള്ളത്. 1ഉം 2ഉം സെക്ഷൻസ് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 3 തൊട്ട് 11 വരെ. അവിടെ 3 എന്ന് പറയുന്നത് വിവരാവകാശം, 4 ഡ്യൂട്ടീസ് ഓഫ് PA, അടുത്തത് 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടല്ലോ, PIO എന്ന് പറയും കേട്ടോ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ നിയമനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 5. ഓക്കെ, 5ൽ 2 പറയുന്നത് APIO. APIOയ്ക്ക് അതായത് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനേക്കാൾ 5 ദിവസം കൂടുതൽ അനുവദിക്കുന്നുണ്ട് മറുപടി നൽകാനായിട്ട്. ഓക്കെ, ഇപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് 30 ദിവസമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണ് നമ്മൾ അപേക്ഷ കൊടുത്തെങ്കിൽ 35 ദിവസം എടുക്കും. ഓക്കെ, അപ്പോൾ 3 വിവരാവകാശം, 4 ഡ്യൂട്ടീസ് ഓഫ് പബ്ലിക് അതോറിറ്റി, 5 PIOയുടെ നിയമനം, 5ൽ 2 APIOയ്ക്ക് 5 ദിവസം കൂടുതൽ, 5ൽ 4 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണത്തിന് ആവശ്യമായ സഹായം മറ്റുള്ള ഉദ്യോഗസ്ഥർ നൽകേണ്ടതാണ്. ഓക്കെ, അതാണ് 5ൽ 4 പറയുന്നത്. ഇല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി നമ്മൾ കണക്കാക്കുകയും അദ്ദേഹത്തിന് അതിന് ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ഇനി 6 എന്ന് പറയുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് എന്ന് ഓർക്കുക, അപേക്ഷയാണ്. അപ്പോൾ 6 എന്ന് ഓർത്തിരിക്കാൻ റിക്വസ്റ്റ് എന്ന് ഓർക്കാം. 6 ഡിജിറ്റ് 6 ആൽഫബറ്റ് 6 ഓർത്ത് വയ്ക്കുക. 6 അപേക്ഷ, റിക്വസ്റ്റാണ്. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പിന്നെ നമ്മൾ പ്രാദേശിക ഭാഷ ഏതാണ്, ഇപ്പം ഇവിടെ ആണെങ്കിൽ മലയാളം, അതിലും കൊടുക്കാം നമുക്ക്. ഓക്കെ, 7 എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റിൽമെൻ്റ് എന്ന് ഓർക്കുക. 7 സെറ്റിൽമെൻറ്റ്, ഓക്കെ, 7 സെറ്റിൽമെൻറ്റ്. അത് എത്ര ദിവസം കൊണ്ട് തീർപ്പാക്കണം എന്നുള്ളതാണ് ഈ 7ാമത്തെ സെക്ഷനിൽ പറയുന്നത്. അതിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് 30 ദിവസം, അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 35 ദിവസം, തേർഡ് പാർട്ടിയെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ 40 ദിവസം, ജീവൻ സ്വത്ത് സ്വാതന്ത്ര്യത്തിന് സംബന്ധിച്ചത് 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 3 വിവരാവകാശം, സെക്ഷൻ 4 ഡ്യൂട്ടീസ് ഓഫ് PA, സെക്ഷൻ 5 PIOയുടെ നിയമനം, സെക്ഷൻ 6 റിക്വസ്റ്റ്, സെക്ഷൻ 7 സെറ്റിൽമെൻറ്റ്. അത് PIOയ്ക്ക് 30, APIO 35, തേർഡ് പാർട്ടി വിവരമാണെങ്കിൽ 40 ഡേയ്സ്, ജീവന് സ്വത്തിന് സ്വാതന്ത്ര്യത്തിനെ സംബന്ധിച്ചതാണെങ്കിൽ 48 മണിക്കൂർ. ഇനി സെക്ഷൻ 8 ഒരുപാട് പ്രശ്നം ചോദിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 8 അത് ഒഴിവാക്കിയ വിവരങ്ങളാണ്, വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങളാണ് സെക്ഷൻ 8ൽ. അപ്പോൾ നമ്മൾ വിവരാവകാശം കൊടുത്താലും പൗരന് അവർ നൽകാത്ത വിവരങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ സംബന്ധിച്ചത്, വിദേശകാര്യമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയപരമായ കാര്യങ്ങൾ, ഇതൊന്നും പൗരന് നൽകാൻ പാടില്ലാത്ത വിവരമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എയും സിയും ഐയും പഠിച്ചു വയ്ക്കുക. എ രാജ്യത്തിൻ്റെ അഖണ്ഡത, ശാസ്ത്രീയ വിവരം, വിദേശ വിവരം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. സി പാർലമെൻറ്റോ അല്ലെങ്കിൽ നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങൾ. പിന്നെ ഐ എന്ന് പറയുന്നത് ക്യാബിനറ്റ് ചർച്ചാ രേഖ. ഓക്കെ, അപ്പോൾ ACI വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതാണ്. അത് 20 വർഷത്തിന് മുമ്പുള്ളതാണെങ്കിൽ മറ്റേത് സെക്ഷനും വെളിപ്പെടുത്താം, പക്ഷേ ACI അപ്പോഴും വെളിപ്പെടുത്താൻ പാടില്ല, പൊതു താല്പര്യമുണ്ടെങ്കിലും. ഓക്കെ, ഇനി സെക്ഷൻ 9 ഇപ്പോൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അത് നിരസിക്കാനുള്ള മറ്റ് പല കാരണങ്ങളുണ്ടാവും. അത് ഇപ്പോൾ കോപ്പിറൈറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും സെക്ഷൻ 8 പറയുന്നത്, സെക്ഷൻ 9. സെക്ഷൻ 10 പറയുന്നതോ ഈ 8ലും 9ലും നിന്ന് ന്യായമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് വിവരങ്ങളുണ്ട്. അത് വിഭാജ്യത എന്ന് പറയും, വിഭജിച്ച് കൊടുക്കാം, ഈ വിവരങ്ങൾ കൊടുക്കാം. അതാണ് 8ലും 9ലും പറയുന്നത്. അപ്പോൾ 8 ഒഴിവാക്കിയവയാണ്. അതിൽ A എന്ന് പറഞ്ഞ അഖണ്ഡതയെ സംബന്ധിച്ചത്, സി പാർലമെൻറ്റിൻ്റെയും നിയമസഭയെ സംബന്ധിച്ചത്, ഐ ക്യാബിനറ്റ് ചർച്ചാ രേഖകൾ. ഇതൊന്നും വിവരത്തിൽ വെളിപ്പെടുത്താൻ പാടില്ല. ഇനി സെക്ഷൻ 9 നിരസിക്കാനുള്ള മറ്റ് കാരണങ്ങളായിട്ട് പറയുന്നതാണ് കോപ്പിറൈറ്റ്. 10 വിഭാജ്യത, ഈ 8ലും 9ലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ ന്യായമായിട്ട് കൊടുക്കാവുന്നവ. അപ്പോൾ സെക്ഷൻ 8 ഒഴിവാക്കിയവ എപ്പോഴും PYQന് വരുന്നതാണ്. സെക്ഷൻ 9 നിരസിക്കാനുള്ള മറ്റ് കാരണങ്ങൾ, കോപ്പിറൈറ്റ് പോലുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക.
ഓക്കെ. സെക്ഷൻ 10 വിഭാജ്യത. 8, 9 ഭാഗത്ത് നിന്ന് ന്യായമായി വേർതിരിച്ചെടുക്കാവുന്ന വിവരങ്ങൾ കൊടുക്കാം. ഓക്കെ. ഇനി സെക്ഷൻ 11 തേർഡ് പാർട്ടി ഇൻഫോയാണ്. ഓക്കെ. നമ്മൾ പറഞ്ഞായിരുന്നു സെക്ഷൻ 2F തേർഡ് പാർട്ടി ഡെഫിനിഷനാണ് പറയുന്നത്. അത് വിവരാവകാശം ആവശ്യപ്പെടുന്ന വ്യക്തിയോ പൊതു അധികാര സ്ഥാനം അല്ലാത്ത ഒരു വ്യക്തിയും പൊതു അധികാര സ്ഥാപനവും ഉൾപ്പെടുന്നു. അപ്പോൾ മൂന്നാം കക്ഷിയായിട്ട് ഒരു പൊതു അധികാര സ്ഥാനം ഉൾപ്പെടുന്നുണ്ടോ എന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. PYQ ആണ്, ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. ഈ 11 എന്ന് പറയുന്ന തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ നോട്ടീസ് തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടത് 5 ദിവസത്തിനുള്ളിൽ, ഫസ്റ്റ് നോട്ടീസ്. അതിന് എതിർപ്പ് തേർഡ് പാർട്ടി പറയേണ്ടത് 10 ദിവസത്തിനുള്ളിൽ. അത് എതിർപ്പ് നോക്കിയ ശേഷം ഈ വിവരം വെളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് വീണ്ടും തേർഡ് പാർട്ടിക്ക് പൊതു അധികാര സ്ഥാനം നോട്ടീസ് അയക്കണം, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് അയക്കേണ്ടത്. അതിനുശേഷം അത് വെളിപ്പെടുത്തേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ. ഇനി ചാപ്റ്റർ 3 പറയുന്നത് സെക്ഷൻ 12, 13, 14. ഓക്കെ. അത് ചാപ്റ്റർ 4 ഒന്നിച്ച് പഠിക്കാൻ പറ്റും. 15, 16, 17 ഇങ്ങനെ ഓർത്താൽ മതി. 12 CIC ആണ്. 3 സെക്ഷൻ വീതമാണ് ഓരോ ചാപ്റ്ററിലും ഉള്ളത്. 12 CIC ആണ്. അപ്പം 15 SIC, അതായത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനാണ്. 13 കാലാവധിയാണ്, ഇവിടെ 16 കാലാവധിയാണ്. അവിടെ 14 നീക്കം ചെയ്യലാണ്, ഇവിടെ 17 ആണ് നീക്കം ചെയ്യൽ. ഓക്കെ. അപ്പോൾ 12, 13, 14 സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ നിയമനം, കാലാവധി, സേവന വ്യവസ്ഥ, നീക്കം ചെയ്യലാണ്. ഇനി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ കാര്യം പറയുന്നത് 15, 16, 17 ഇതേ ഓർഡർ തന്നെയാണ്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, അതിൻ്റെ കാലാവധി, സേവനം, 17 നീക്കം ചെയ്യൽ. ഓക്കെ. അംഗങ്ങളുടെ എത്ര വരെയാകാം? ഒരു ചെയർമാനും 10-ൽ കൂടാത്ത അംഗങ്ങളും. 10-ൽ കുറയാത്തതെന്ന് എപ്പോഴും തരാറുണ്ട്, 10-ൽ കൂടാത്തത്. ഓക്കെ. ഇനി ഇവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? 3 പേരാണ് 2-ലും ഉള്ളത്. സെൻട്രൽ ആണെങ്കിലോ പ്രൈം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്ത ക്യാബിനറ്റ് മിനിസ്റ്ററും ലോക്സഭയുടെ ഒപ്പോസിഷൻ ലീഡറും. സ്റ്റേറ്റ് ആണെങ്കിൽ CMഉം CM നോമിനേറ്റ് ചെയ്ത ക്യാബിനറ്റ് മിനിസ്റ്ററും നിയമസഭയുടെ ഒപ്പോസിഷൻ ലീഡറും. ഓക്കെ. ഒപ്പോസിഷൻ ലീഡറുണ്ട്. വിവരത്തിന് എപ്പോഴും നമുക്കൊരു ഒപ്പോസിഷൻ ഉണ്ടാകുമെന്ന് ഓർത്താൽ മതി. വിവരത്തിനോട് നമുക്ക് എതിർപ്പുണ്ടാകാം ചില കാര്യങ്ങളോട്. അപ്പോൾ വിവരാവകാശത്തിൽ ഒപ്പോസിഷൻ ലീഡേഴ്സ് ഉണ്ടെന്ന് ഓർക്കണം. ഓക്കെ. അപ്പോൾ 3 പേരുണ്ട്. പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്ത ക്യാബിനറ്റ് മിനിസ്റ്റർ, ലോക്സഭയുടെ ഒപ്പോസിഷൻ ലീഡർ. ഇവിടെ ചീഫ് മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്ത ക്യാബിനറ്റ് മിനിസ്റ്റർ, നിയമസഭ പ്രതിപക്ഷ നേതാവും. ഓക്കെ. ഇനി നമുക്ക് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെയും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെയും കമ്പയർ ചെയ്യാം. ഓക്കെ. കാലാവധി രണ്ടിനും സെയിം ആണ്, 3 വർഷം, 65 വയസ്സ്. ഓക്കെ. നിയമനം, നീക്കം, സത്യപ്രതിജ്ഞ, രാജി എല്ലാം സെൻട്രൽ ആണെങ്കിൽ പ്രസിഡൻറ്റും സ്റ്റേറ്റ് ആണെങ്കിൽ ഗവർണറും. ഈസി ആയിട്ട് പഠിക്കാം. സെൻട്രലിൽ നിയമനം, നീക്കം, സത്യപ്രതിജ്ഞ, രാജി എല്ലാം പ്രസിഡൻറ്റ്, സ്റ്റേറ്റിലത് ഗവർണർ. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷന് പുനർനിയമനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2 സ്ഥലത്തും ഇല്ല. ഇൻഫർമേഷൻ കമ്മീഷണർമാരുണ്ടല്ലോ 10-ൽ കൂടാത്ത, അവർക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് 2 വർഷം കൂടി ഇരിക്കാം. കാരണം അവർ 3 വർഷം ഇൻഫർമേഷൻ കമ്മീഷണേഴ്സായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മൊത്തത്തിൽ 5 വർഷം ഇരിക്കാം. അത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടിരുന്നതും കൂടെ ചേർത്ത് 5 വർഷമേ ഇരിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു 3 വർഷത്തേക്ക് അവർക്ക് ഇരിക്കാൻ പാടില്ല. 3 വർഷം തികച്ചവർ 2 വർഷം കൂടെ ചേർത്ത് 5 വർഷത്തേക്ക് ഇരിക്കാം. ഓക്കെ. കാലാവധി 3 വർഷം, 65 വയസ്സായിരുന്നു. ഓക്കെ. ഇനി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. ഫസ്റ്റ് വുമൺ ദീപക് സന്ധു, സെക്കൻഡ് വുമൺ സുഷമ സിംഗ്. 2025 ഇപ്പോൾ ഹീരാലാൽ സമരിയയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഇനി ഇൻഫർമേഷൻ കമ്മീഷണേഴ്സായിട്ട് ഇപ്പോൾ 2 പേരേ ഉള്ളൂ, ആനന്ദി രാമലിംഗം, വിനോദ് കുമാർ തിവാരി. ആനന്ദി, വിനോദ് ഓർത്തു വയ്ക്കുക. ഓക്കെ. ഹീരാലാൽ സമരിയ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. വജാഹത്ത് ഹബീബുള്ള, ഹീരാലാൽ സമരിയ ഓർത്തിരിക്കുക. ഇനി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആദ്യത്തേത് പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. ആരായിരുന്നു? സെൻട്രലിൽ വജാഹത്ത് ഹബീബുള്ള. ഇവിടെ ആരാണ്? പാലാട്ട് മോഹൻദാസ്. 2025 ഹീരാലാൽ സമരിയയാണ് സെൻട്രലിൽ. ഇവിടെ ആരാണ്? വി ഹരി നായർ. ഹീരാലാലും ഹരി നായറും. ഓക്കെ. ഇവിടെ 6 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് കൂടിയുണ്ട്. സെൻട്രലിൽ 2 ഇൻഫർമേഷൻ കമ്മീഷണറേ ഉള്ളൂ. പക്ഷെ ശരിക്കും 10-ൽ കൂടാതെ അംഗങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ 6ഉം 2ഉമാണ് ഉള്ളത്, അത് ചെയർമാനെ കൂടാതെ. ഓക്കെ. ഇനി നമ്മുടെ പദവികളുടെ അറേഞ്ച്മെൻ്റ് ഒന്ന് കണ്ടോളൂ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിന് ശേഷം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്.
അതിനുശേഷം സെക്രട്ടറി, അടുത്തത് ലീഗൽ എക്സ്പേർട്ട്, ഫിനാൻസ് എക്സ്പേർട്ട്, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ, സെക്രട്ടറി, അതിനുശേഷം ജോയിൻറ്റ് സെക്രട്ടറി എഴുതരുത്, ലീഗൽ എക്സ്പേർട്ട്, ഫിനാൻഷ്യൽ എക്സ്പേർട്ട്, പിന്നീട് ജോയിൻറ്റ് സെക്രട്ടറി, അടുത്തത് സെക്ഷൻ ഓഫീസർ, പിന്നെ G1, G2, G3, G4 അങ്ങനെ G8 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്രട്ടറി, ലീഗൽ എക്സ്പേർട്ട്, ഫിനാൻഷ്യൽ എക്സ്പേർട്ട്, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, ഇതായിരിക്കും നമുക്ക് ഓർഡർ തെറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും കൂടെയൊക്കെ ഒന്ന് കേട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ചാപ്റ്റർ 5 എന്താണ്? 18 തൊട്ട് 20 വരെയാണ് ഉള്ളത്. ഓക്കെ, 18 തൊട്ട് 20 വരെ. 18-ൽ 1 പറയുന്നത് പരാതി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇൻഫർമേഷൻ കമ്മീഷണറിൻ്റെ പവറും ഫങ്ഷൻസുമാണ് പറയുന്നത് 18-ൽ. അതിൽ 1-ൽ പറയുന്നു പരാതി സ്വീകരിക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഓക്കെ, ശിക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. 18-1 പറയുന്നു പരാതി സ്വീകരിക്കുക, അന്വേഷിക്കുക. ഓക്കെ, അതായത് സിവിൽ കോർട്ടിൻ്റെ പവറുണ്ട് ഇൻഫർമേഷൻ കമ്മീഷണറിന് അപ്പോൾ 18-1 പ്രകാരം സിവിൽ കോർട്ടിൻ്റെ പവറുണ്ട്. അത് PYQ ആണ്. പവർ ഓഫ് സിവിൽ കോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്. പരാതി സ്വീകരിക്കാം, അന്വേഷിക്കാം. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ നൽകാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പരാതി കൊടുക്കാം. ഇനി നമുക്ക് വിവരം തരേണ്ടതാണ്, അത് തരുന്നില്ല, അത് നിരസിക്കുകയാണെങ്കിൽ പരാതി കൊടുക്കാം. അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ അല്ലെങ്കിൽ അപ്പീൽ സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോ സീനിയർ ഓഫീസറിനോ അത് അയച്ചു കൊടുക്കാൻ വിസമ്മതിച്ചാലോ, സമയപരിധിയിൽ അത് കിട്ടുന്നില്ലെങ്കിൽ, അന്യായമായ ഫീസ് വാങ്ങിയാലും അല്ലെങ്കിൽ തെറ്റായ വിവരം തന്നാലും ഒക്കെ നമുക്ക് പരാതിപ്പെടാം. ഓക്കെ, ഇനി സിവിൽ കോർട്ടിൻ്റെ പവർ എന്തൊക്കെയാണ്? വ്യക്തികളെ വിളിച്ചു വരുത്താം, വാക്കാലോ രേഖാമൂലമോ തെളിവ് സ്വീകരിക്കാം, രേഖ ഹാജരാക്കാൻ നിർബന്ധിക്കാം, രേഖ കണ്ടെത്താനോ പരിശോധനയ്ക്കോ ആവശ്യപ്പെടാം, സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കാം, കോർട്ട് റെക്കോർഡോ ഓഫീസ് റെക്കോർഡോ അല്ലെങ്കിൽ അതിൻ്റെ പകർപ്പോ ആവശ്യപ്പെടാം, സാക്ഷി വിസ്തരിക്കാം, സമൻസ് അയക്കാം. അടുത്തത് സെക്ഷൻ 19 അപ്പീലിനെ കുറിച്ച് പറയുന്നു. ഫസ്റ്റ് അപ്പീൽ അയക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലും സെക്കൻഡ് അപ്പീൽ അയക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലുമാണ്. ഓക്കെ, ഫസ്റ്റ് അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ അയച്ചാൽ പരിഹാരം 30 ദിവസത്തിനുള്ളിൽ കാണുക. അത് നമുക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ സെക്കൻഡ് അപ്പീൽ കൊടുക്കാം 19(3) പ്രകാരം. അത് 90 ദിവസത്തിനുള്ളിലാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അപ്പീൽ 30 തീർപ്പാക്കേണ്ടതും 30 ദിവസത്തിനുള്ളിൽ. പിന്നെ സെക്കൻഡ് അപ്പീൽ കൊടുക്കണമെങ്കിൽ 90 ദിവസം. സെക്ഷൻ 20 പറയുന്നത് പെനാൽറ്റിയാണ്. 250 രൂപ പെർ ഡേ ആണ് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരിക ഇൻഫർമേഷൻ കമ്മീഷണർ, പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർ. ഓക്കെ, ഏറ്റവും കൂടിയാൽ 25,000 രൂപ വരെയാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് പെനാൽറ്റി ആയിട്ട്. ഓക്കെ, അപ്പോൾ 250 രൂപ മുതൽ 25,000 രൂപ വരെയാണ് പെനാൽറ്റി വരിക. സെക്ഷൻ 20 പെനാൽറ്റി പറയുന്നത്. പിന്നെ നമ്മുടെ KSR റൂൾസ് പ്രകാരം 20(1) പറയുന്നു കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞാൽ KSR പ്രകാരം ശിക്ഷാ നടപടികൾ കമ്മീഷന് ശുപാർശ ചെയ്യാം. ഓക്കെ, ശിക്ഷിക്കാൻ പറ്റില്ല, ശുപാർശ കൊടുക്കാം. ഓക്കെ, ഇനി സെക്ഷൻ 24 കുറിച്ച് റീസെൻ്റ് എക്സാമിന് ചോദിച്ചതേ ഉള്ളൂ. സെക്ഷൻ 24 പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാൽ സ്ഥാപിതമായ സംഘടനകളും ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്ന ഓഫീസുകൾക്കും വിവരാവകാശം ബാധകമല്ലെന്നാണ്. പക്ഷേ 24(4) പറയുന്നത് കറപ്ഷനും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും അങ്ങനെ അത് സംബന്ധിച്ച വിവരങ്ങൾ ഒഴിവാക്കാനാവില്ല. ഇതേ ഗവൺമെൻറ് സ്ഥാപിതമായ ഈ സംഘടനകളിൽ തന്നെ കറപ്ഷനോ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിവരാവകാശ നിയമം ബാധകമാണ്, അതിനെക്കുറിച്ചുള്ള വിവരം നൽകിയേ പറ്റൂ എന്ന് 24(4) പറയുന്നു. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. കറപ്ഷൻ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ ഇൻഫർമേഷൻസ് ഒഴിവാക്കാനാവില്ല 24(4) പറയുന്നു. ഓക്കെ, ഇനി 25(1) പറയുന്നത് എന്താണ്? ആനുവൽ റിപ്പോർട്ട് വയ്ക്കുന്നതിനെക്കുറിച്ചാണ്. വാർഷിക റിപ്പോർട്ട് അത് ഗവൺമെൻറ്റിനാണ് സമർപ്പിക്കേണ്ടത്. വാർഷിക റിപ്പോർട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ ആർക്ക് സമർപ്പിക്കണം? ഗവൺമെൻറ്റിന് സമർപ്പിക്കണം. 2005 മെയ് 11 ലോക്സഭ അംഗീകരിച്ചു, മെയ് 12 രാജ്യസഭ അംഗീകരിച്ചു, ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെച്ചു, ജൂൺ 21 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു, ഒക്ടോബർ 12 നിലവിൽ വന്നു. ഇനി ഭേദഗതിയോ? 2019 ഭേദഗതി അവസാനത്തത് ചെയ്തിരിക്കുന്നത്. ലോക്സഭ ജൂലൈ 22, രാജ്യസഭ ജൂലൈ 25, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 1. ഓക്കെ, ചാപ്റ്റേഴ്സ് 6, സെക്ഷൻസ് 31, പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് എത്രയാണ്? 2. ഓക്കെ, ഇനി ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. BPLന് ഫീസ് വേണ്ട,
ഇനി നമ്മൾ എടുക്കുന്ന വിവരം ഒരു A4 സൈസിലാണെങ്കിൽ 3 രൂപ. ഡിസ്കുകൾ, അത് CD ആകാം, ഫ്ലോപ്പി ഡിസ്ക് ആകാം, 75 രൂപ. ഏതെങ്കിലും ഇലക്ട്രോണിക് മീൻസ് വഴിയാണ് ആ വിവരം കിട്ടുന്നതെങ്കിൽ അതിന് 75 രൂപ തന്നെയാണ്. നേരിട്ട് പരിശോധിക്കാൻ 1 മണിക്കൂറത്തേക്ക് നമുക്ക് ഫീസ് വേണ്ട. പക്ഷേ ഓരോ 30 മിനിറ്റ് കൂടുന്തോറും പിന്നീട് 10 രൂപ വെച്ച് മേടിക്കും. ഓക്കെ. A3 സൈസ് പേപ്പർ ആണെങ്കിൽ അതിന് എത്ര രൂപയാണോ ചിലവാകുന്നത് ആ പൈസയാണ് വാങ്ങുക. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു PSC റാങ്ക് അപ്പ്. താങ്ക് യു.